അപ്പോൾ ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുട്ട്, നല്ലൊരു പുട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ എത്ര സമയമായാലും ഒട്ടും തന്നെ പുട്ട് ഉണങ്ങിപ്പോകാതിരിക്കാനുമായിട്ട് നമ്മൾ പുട്ടിൽ എന്താ ചേർക്കുന്നതെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വായോ വീഡിയോയിലോട്ട്. അപ്പോൾ ഞാനത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പുട്ടുപൊടി ഡബിൾ ബോട്ട്സിൻ്റെ വെള്ള പുട്ടുപൊടി, വൈറ്റ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ചേർക്കാം. ഞാനിവിടെ ഒരു 4 പേർക്കുള്ള പുട്ടുപൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ വീട്ടിലെ ആളിൻ്റെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാവ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തരാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച പാല് ചെറിയ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പാലിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മൾ ബട്ടറെല്ലാം നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. വെള്ളം ചേർക്കുന്നില്ല, പാലയിൽ തന്നെ ഞാൻ ഈ പുട്ടുപൊടി മിക്സാക്കി എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മാവ് ആ പാലെല്ലാം നല്ലപോലെ ഒബ്സർവ് ചെയ്ത് നല്ലപോലെ ഇതായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ കട്ടകളെല്ലാം ഉടച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം മാവിൻ്റെ. അപ്പോൾ ഇത്രയും നനവ് മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വെജിറ്റബിളൊക്കെ കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കഴിക്കാനും ഇഷ്ടമായിരിക്കും, കഴിക്കുകയും ചെയ്യും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തതും ബാക്കി തേങ്ങാപ്പീരയും കൂടെ ഇട്ട്, തേങ്ങയൊക്കെ അപ്പം തന്നെ ചിരകി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുമ്പോൾ അത്രയും ആ തേങ്ങയുടെ ഫ്ലേവർ അത്ര വലുതായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ മാവ് നിറയ്ക്കാം. അപ്പോൾ പുട്ടുകുടത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മാവ് നിറച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ ആദ്യം കുറച്ച് ക്യാരറ്റും തേങ്ങയും മിക്സാക്കി വെച്ചിരുന്നത് കുറ്റിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കാം. ചിലർ 4 പീസായിട്ട്, ചിലർ 2 പീസായിട്ടൊക്കെയാണ് നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മാവ് ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ ക്യാരറ്റും തേങ്ങ മിക്സും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ മാവ് നിറച്ചെടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റും തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് വെച്ച് കൊടുക്കാം. വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. അതാ നമ്മുടെ പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്കത് മാറ്റാവുന്നതാണ്. അപ്പോൾ അതാ ഒട്ടും തന്നെ പൊടിയാതെ നല്ല സോഫ്റ്റ് പുട്ട് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവും എല്ലാം ഞാനിതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുവാണ്. അതാ ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല സോഫ്റ്റാണ്. എത്ര സമയം ഇരുന്നാലും ഈ പുട്ട് ഉണങ്ങി പോകത്തൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്കായി ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക.